അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സൂറത്ത് അൻകബൂത്തിൽ, സുമ്മ യൗമൽ ഖിയാമത്തി യക്ഫുറു ബഅ്ദുകും ബിബഅദ് വയൽഅനു ബഅ്ദുകും ബഅദ വമഅവാകുമുന്നാർ വമാ ലകും മിൻ നാസിരീൻ. അള്ളാഹുവോടൊപ്പം ബിംബങ്ങളെ ആരാധ്യന്മാരായി സ്വീകരിച്ചവരുടെ വിഷയമാണ് അവിടെ പരാമൃഷ്ടം. അവിടെ അന്ത്യനാളിൽ സുമ്മ യൗമൽ ഖിയാമ യക്ഫുറു ബഅ്ദുകും ബിബഅദിൻ, നിങ്ങളിൽ ചിലർ ചിലരെ കളവാക്കും, അവിശ്വസിക്കും. വയൽഅനു ബഅ്ദുകും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെ ലാനത്ത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ലാനത്ത് നിർവഹിക്കുന്നവരും ആർക്കെതിരിൽ നിർവഹിക്കുന്നുവോ അവരും വമഅവാകുമുന്നാർ, എല്ലാവരെയും അണച്ചുപൂട്ടുന്ന സ്ഥലം അത് നരകമാകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വമാ ലകും മിൻ നാസിരീൻ. ഒരു സഹായിയും നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീഅൻ ഖാലത് ഉഖ്റാഹും ലിഊലാഹും റബ്ബനാ ഹാഉലാഇ അദല്ലൂനാ ഫആതിഹിം അദാബൻ ദിഅഫൻ മിനന്നാർ ഖാല ലികുല്ലിൻ ദിഅഫുൻ വലാകിൻ ലാ തഅലമൂൻ. എവിടെയാണ് ഈ സംഭവം? എപ്പോഴാണ് ഇത്? അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും അവിശ്വസിച്ച അക്രമികളോട് പൂർവികരോടൊപ്പം നരകത്തിൽ പ്രവേശിക്കാൻ പറയും. ഉദ്ഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് പ്രവേശിക്കാൻ പറയും. എവിടേക്ക് പ്രവേശിക്കുക? ഫിന്നാർ, നരകത്തീയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയും. അപ്പം കുല്ലമാ ദഖലത് ഉമ്മത്തുൻ, ഓരോ സമുദായം പ്രവേശിക്കുമ്പോഴും ലഅനത് ഉഖ്തഹ, സഹോദര സമുദായത്തെ ശപിക്കും, ലാനത്ത് ചെയ്യും. ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീഅൻ, അങ്ങനെ ശപിക്കുന്നവരും ശപിക്കപ്പെടുന്നവരും നരകത്തിയിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും അവിടെ ഒത്തുകൂടിയാൽ, ഖാലത്ത് ഉഖ്റാഹും ലിഊലാഹും, പിൽക്കാലക്കാരായവർ തങ്ങളുടെ മുൻഗാമികളായവരുടെ വിഷയത്തിൽ പറയും, റബ്ബനാ ഹൗലായി അദല്ലൂന, ഞങ്ങളുടെ റബ്ബെ ഇക്കൂട്ടരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. ഫആതിഹിം അദാബൻ ദിഅഫൻ മിനന്നാർ, അതുകൊണ്ട് തീയിൽ നരകത്തിൽ നിന്നുള്ള ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണേ എന്ന് പറയും. അള്ളാഹുവിൻ്റെ പ്രതികരണം ഖാല ലികുല്ലിൻ ദിഅഫുൻ, എല്ലാവർക്കും ഇരട്ടി നരകത്തീയിൻ്റെ ശിക്ഷയുണ്ടായിരിക്കും എന്നാണ്. സഹോദരന്മാരെ, ഇതുപോലത്തെ വചനങ്ങൾ അറിയിക്കുന്നത് എന്താണ്? അവിടെ കുഫറിൻ്റെ വാക്താക്കളുടെ ലഅനത്താണ്. ആർക്കെതിരിൽ? കുഫറിൻ്റെ വാക്താക്കൾക്കെതിരിൽ. അപ്പോൾ ഈ കുഫറിൻ്റെ വാക്താക്കൾക്കെതിരിൽ ലഅനത്ത് മുഴക്കുമ്പോൾ അവർ തങ്ങളെ തന്നെയാണ്, സ്വന്തത്തെ തന്നെയാണ് ലാനത്ത് ചെയ്യുന്നത്. അപ്പോൾ എത്ര പതിതമാണ് കുഫറിൽ മരണപ്പെടുന്നുവെങ്കിൽ അത്തരം ആളുകളുടെ അവസ്ഥ, എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ, എത്ര അപകടകരമാണ് അവരുടെ അവസ്ഥ. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. തങ്ങളെ തന്നെയാണ് തങ്ങൾ പഴിച്ചുകൊണ്ടിരിക്കുന്നത്, തങ്ങൾ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അവരുടെ പതിതാവസ്ഥയെ വിളിച്ചറിയിക്കുന്ന ഭാഗം.